Please welcome, madam. Thank you, my sir. Good morning, all. ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാല് മോർണിംഗ് മീറ്റിലുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. എന്റെ പേര് പരിചയപ്പെടുത്തി മഹേശ്വർ പ്രജില എന്നാണ്, സ്ഥലം കല്ലാച്ചി. ഇപ്പോ നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മളെ ബ്ലഡ് എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യാനൊക്കെ ആവശ്യമാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലീഡേഴ്സും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയൊക്കെ പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ് ആയിട്ടും ഒക്കെ നമുക്ക് മോർണിംഗ് മീറ്റിൽ കൂടെ ഒക്കെ ചെറിയ രീതിയിൽ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ പിന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ കോഴിക്കോടെല്ലാം വെക്കുന്ന സമയത്ത് അതിനൊന്നും പറ്റാത്ത സാഹചര്യത്തിലാണ് നമുക്ക് വീട്ടിൽ തന്നെ മോർണിംഗ് മീറ്റിൽ കൂടെ എല്ലാം ചെറിയ രീതിയിൽ അറിയുന്ന പോലെ പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ ട്രെയിനിങ് ഒക്കെ വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പനിയിലെ MI ലൈഫ് എന്നുള്ള കമ്പനി 6ഓളം ക്വാളിറ്റി ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതില് സൗണ്ട് ഓക്കെ അല്ലേ മാ സാറേ? അപ്പൊ അതില് എലമെന്റ്സിന്റെ വെൽനസ് ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. എലമെന്റ്സിന്റെ വെൽനസ് ഉൽപ്പന്നങ്ങൾ നോണിന്റെ സ്റ്റാറിൽ വരുന്നത് പോകുന്നുണ്ടോ? റേഞ്ചിന്റെ റെഡിയല്ല, കട്ടാവുന്നേരം നോക്കുക മതി. പിന്നെ അങ്ങനെ ന്യൂസ് സ്റ്റാറിൽ വരുന്നതും ഇന്ത്യ ഗ്രോയിൽ വരുന്ന ജൈവവളങ്ങളും കീടനാശിനികളും 6ഓളം ക്വാളിറ്റി ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നതിന്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓണേറ്റോഡിന്റെ ബ്രാൻഡിൽ വരുന്ന ന്യൂട്രിലൈഫ് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം ന്യൂട്രിലൈഫ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ന്യൂട്രീഷൻസ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻസ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ന്യൂട്രിലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ന്യൂട്രീഷൻസിന്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്കറിയാം നമ്മുടെ ന്യൂട്രീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പറയില്ല ന്യൂട്രീഷൻസിന്റെ കുറവ്. ന്യൂട്രീഷൻസ് എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോശത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണത്തെയാണ് നമ്മൾ ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിക്കുന്ന പഴങ്ങളിൽ കൂടെയും പച്ചക്കറികളിൽ കൂടെയും ധാന്യങ്ങൾ കൂടെ മാത്രമാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ പിന്നെ നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സോയിൽ ഡിപ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിലുണ്ടാകുന്ന ഫലപുഷ്ടതയില്ലായ്മ അല്ലെ. മണ്ണിന് എന്ത് വേണം? ന്യൂട്രീഷൻസ് വേണം. അതില് ന്യൂട്രീഷൻസ് ഇല്ലെങ്കിൽ അതിലുണ്ടാക്കുന്ന പച്ചക്കറികൾക്കൊന്നും തന്നെ നമുക്ക് അതിന്റെ ന്യൂട്രീഷൻസ് ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മൾ എന്താക്കുന്നത്, കഴിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ മാത്രമേ എന്ത് ഇതാക്കുന്നുള്ളൂ, പിന്നെ സ്വന്തമായിട്ട് ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഭൂരിഭാഗം ആൾക്കാരൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ ആ പച്ചക്കറികളൊന്നും തന്നെ നമുക്ക് ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല. മണ്ണിലുണ്ടാകുന്ന ഫലപുഷ്ടത കുറവ് കൊണ്ട് തന്നെ അതിലുണ്ടാക്കുന്ന പച്ചക്കറികളിൽ നിന്നും നമുക്ക് വേണ്ടത്ര ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല. പിന്നെ എന്താണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴങ്ങളുടെയും പച്ചക്കറികളെയും നമുക്ക് കിട്ടാത്ത നമുക്ക് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കേൾക്കുന്നില്ല, പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ഇവിടെ ഒന്നും കിട്ടാത്ത ഫ്രൂട്ട്സുകളുണ്ട്. അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വരുന്നത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ കീടങ്ങളെല്ലാം മരുന്നൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വരുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കഴിക്കുന്നതിൽ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല.
പിന്നെ മൂന്നാമത്തതാണ് ഫുഡ് പ്രോസസ്സ്. ഫുഡ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ മൈദ കൊണ്ടിലെ ഗോതമ്പ് പ്രോസസ്സ് ചെയ്താൽ മൈദ ഒക്കെ ഉണ്ടാകുന്നു. അപ്പൊ മൈദ കൊണ്ട് നമ്മൾ പൊറോട്ട അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും തിന്നതിൽ കൂടെ നമുക്കൊന്നും കിട്ടുന്നില്ല. മൈദ ഒക്കെ നമ്മൾ പൊറോട്ട എല്ലാം തിന്നിട്ട് എന്തും നമുക്ക് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല. അതിലൊന്നും ഇങ്ങനെ നമ്മുടെ കുടലിലൊക്കെ പശ പോലെ നിൽക്കുകയെന്നല്ലാതെ അതിനെ കൊണ്ടൊന്നും നമുക്ക് യാതൊരുവിധ ന്യൂട്രീഷൻസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ടില്ല, നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതാണ്, എന്ത്, ചോറാണ്. നമ്മൾ പ്ലേറ്റിൽ നോക്കിയാൽ കൂടുതലായിട്ട് കാണാം ചോറും പിന്നെ കുറച്ച് കറി, ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചാണ് നമ്മൾ കഴിക്കും. കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട്. അതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒന്നും നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിലും ചെറിയ രീതിയിലൊക്കെ അത് വേണം. പക്ഷെ അത് കൂടുതലായിട്ടൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഷുഗറെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പണ്ടെല്ലാം പറയുന്നത് പറഞ്ഞാല് ഷുഗറൊക്കെ കൂടുതലായിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ചോറൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതൊന്നും നമുക്ക് എന്താ കിട്ടുന്നില്ല, ന്യൂട്രീഷൻസിന്റെ കുറവുണ്ട്. പിന്നെ സ്ട്രെസ് മെയിൻ ആയിട്ടുള്ളതാണ്. സ്ട്രെസ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് തന്നെ കാരണമാകുന്നുണ്ട് സ്ട്രെസ്. ദഹന വ്യവസ്ഥക്ക് കാരണമാകുന്നുണ്ട്. ദഹന വ്യവസ്ഥയെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ അത് നമ്മുടെ വിറ്റാമിൻസിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടല്ല അതെല്ലാം സംഭവിക്കും. പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ്, നമുക്കറിയാം നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് നമുക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അതിന് നല്ല രീതിയിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ കുട്ടികൾക്ക് പോലും അത് കൊടുക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള ന്യൂട്രീഷൻസിന്റെ കുറവ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല. മദ്യപാനം, പുകവലി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് വിറ്റാമിൻസിന്റെ ഒക്കെ കുറവ് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ന്യൂട്രീഷൻസിന്റെ കുറവ് എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള കാരണങ്ങളാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻസ് ഇല്ല എങ്കിൽ നമുക്ക് ശരീരത്തിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ, ആദ്യമായിട്ട് ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കണ്ടുവരാം. അപ്പൊ അതൊന്നും നമ്മൾ ആദ്യമായിട്ട് ചെറിയ നമ്മൾ വിചാരിക്കും അതൊക്കെ സാരമില്ല, അത് നമ്മൾ ആ മൈൻഡ് ആക്കാതെ അങ്ങ് വിടും. പക്ഷെ അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത് കടന്നു പോകുന്നത്. കാരണം നമ്മൾ സ്ത്രീകൾക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ തൈറോയ്ഡ് പരമായ പ്രശ്നങ്ങൾ, PCOD പരമായ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ വിചാരിക്കും അത് ഒന്നായി. പക്ഷെ ബാലൻസ്ഡ് ആയിട്ട് ഹോർമോണിന്റെ പ്രശ്നമൊക്കെ വരുന്നത് എന്താണ്, ഈ വിറ്റാമിൻസിന്റെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ക്ഷീണോ കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും നിങ്ങൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കണം, വിറ്റാമിൻസിന്റെ കുറവുണ്ട്, മുട്ട, പാല് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയും. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ അല്ലെ, നമ്മളൊന്നും ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു മുട്ട, പാല് അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടാവായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ കൃത്യമായ അളവിലല്ല നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ദിവസമൊന്നും നമുക്ക് അതൊന്നും ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതൊന്നും നമ്മൾ വിചാരിക്കും അതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ എത്താത്തത് കൊണ്ട് തന്നെ അതെന്താവും, നമ്മുടെ ഓരോ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് അത് ബാധിക്കും. അങ്ങനെയാണ് ഇത് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്. അപ്പൊ അതിന്റെ അഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ എന്താണ്, എപ്പോഴും ക്ഷീണം ഉണ്ടാവും, ഉന്മേഷക്കുറവായിരിക്കും. അപ്പോൾ ശരീരം മൊത്തം സന്ധികളിലൊക്കെ ചെറിയ ചെറിയ വേദനകൾ അനുഭവപ്പെടും. രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേദനയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു തരത്തിൽ മൊത്തത്തിലൊരു ശരീരത്തിന് ഒരു ഉന്മേഷക്കുറവ്, എന്താണ് ഉറക്കമില്ലായ്മ, പിന്നെ ദഹന പ്രശ്നം, ഇതൊക്കെ നമുക്ക് ആദ്യം കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാതിരിക്കുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും. അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഹൃദ്രോഗം, തേയ്മാനം, സന്ധിവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം അത് വഴിമാറും. അപ്പോൾ അത് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ, ന്യൂട്രീഷൻസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ എയും വിറ്റാമിൻ ബി, വിറ്റാമിൻ സിയും ഡിയും ഇയും, അപ്പോൾ അയൺ, സിങ്കും, ഫോളിക് ആസിഡ് എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം. വിറ്റാമിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക്, വിറ്റാമിൻ എയുടെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ കണ്ണ് കാണാത്തല, നിശാന്തത പോലുള്ള രോഗങ്ങളൊക്കെ കടന്നു വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഇത് വിറ്റാമിൻ ബിയുടെ അഭാവം കൊണ്ടാണ് നമുക്ക് ബിയുടെ അഭാവം കൊണ്ടാണ് മന്ദത പോലെ വിഷാദ രോഗം പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്.
B1 കുറവ് കൊണ്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, മസിൽസിന്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ നടക്കാതെ വരും. B1 പ്രശ്നം കൊണ്ടാണ് നമുക്ക് മസിൽസിന്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ ആകാതിരിക്കുന്നത്. മസിൽസ് പെയിൻ ഒക്കെ ഈ വരുന്നത് വിറ്റാമിൻ്റെ എല്ലാം പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഇത് പിന്നെ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് പല്ല് പൊട്ടിപ്പോവുക, നഖം പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ ഗർഭിണികളിലെ മാസം തികയാതെയുള്ള പ്രസവമൊക്കെ വരുന്നത് എന്താണ്, ഈ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. പിന്നെ ഇത് അയണിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അനീമിയ പോലുള്ള രക്തക്കുറവിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ് രക്തമില്ലാത്തൊരവസ്ഥ അയണിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് അത് വരുന്നത്. അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്. വിറ്റാമിൻ സി ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിലെ ഫ്രൂട്ട്സിലൊക്കെ കൂടുതലായിട്ടുള്ളതാണ് വിറ്റാമിൻ സി അല്ല. വിറ്റാമിൻ സിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് മോണയിൽ നിന്നൊക്കെ രക്തം വരുന്നത്, ചുണ്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡ് ഒക്കെ വരുന്നത്. അത് വിറ്റാമിൻ സിയുടെ പ്രശ്നം കൊണ്ടാണ്. അത് നമുക്ക് അൾസർ പോലുള്ള പ്രശ്നങ്ങളിലേക്ക്, അത് നമുക്ക് ബ്ലഡ് ഒക്കെ വരുന്ന നമ്മൾ വിചാരിക്കും എന്തോ രോഗമായിരിക്കും എന്ന് വിചാരിക്കും. ബ്ലഡിന്റെ അടുത്ത് നല്ല മുണയിൽ നല്ല രക്തം വരുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ എന്തോ രോഗമായിരിക്കും ഇത്. പക്ഷെങ്കിൽ അതെന്താണ്, വിറ്റാമിൻ സിയുടെ ഒക്കെ കുറവ് കൊണ്ടാണ് അത് വരുന്നത്. പക്ഷെ അത് നമുക്ക് അറിഞ്ഞുകൂടാത്തന്നെ കൊണ്ടാണ് നമ്മൾ അത് വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ വിറ്റാമിന്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, തേയ്മാനം, സന്ധിവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. അതുപോലെ സിങ്ക് ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്നാണ്. സിങ്ക് നമ്മുടെ പ്രോട്ടീന്റെയോ DNA നമ്മുടെ ജനിതക ഘടനയാണ് DNA എന്ന് പറയുന്നത്. DNA ഒക്കെ ഉൽപാദനത്തിനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ ഒരു ദിവസം 11 mg ആണ് സിങ്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിങ്ക് ഇതൊക്കെ കിട്ടുന്നത് ചീരയിൽ നിന്നും റാഡിഷ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും ഒക്കെയാണ് നമുക്ക് സിങ്ക് കിട്ടുന്നത്. അപ്പോൾ സിങ്ക് ഒരു ദിവസം 11 mg വേണമെങ്കിൽ നമുക്ക് ചീരയിൽ 100 ഗ്രാമിൽ 8 mg മാത്രമേ എന്തുള്ളൂ, സിങ്ക് ഉള്ളൂ. 100 ഗ്രാമിൽ 8 mg ആണ് സിങ്ക് ഉള്ളത്. അപ്പോൾ ചീര നമുക്ക് ഒരു ദിവസം 11 mg ചീരയിൽ കൂടുതലായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചീര നമുക്ക് എല്ലായ്പ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ റഡിഷ് പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ 0.28 മാത്രമാണ് 100 ഗ്രാം റഡിഷിൽ 0.28 മാത്രമാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു സിങ്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് സിങ്കൊക്കെ എല്ലാ ദിവസവും 11 mg ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾക്ക് നമുക്ക് എല്ലാപ്പോഴും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സിങ്കിന്റെ അഭാവവും നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള വലിയ വലിയ രോഗങ്ങളിലേക്ക് അത് കടന്നു പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പഠനങ്ങൾ പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ 50% കുട്ടികളിൽ 50% കുട്ടികളിലും രോഗം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ ന്യൂട്രീഷൻസിന്റെ അഭാവം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ന്യൂട്രീഷൻസിന്റെ അഭാവം, നല്ല രീതിയിലുള്ള ഭക്ഷണമില്ല, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള ലേസ് പോലുള്ള അങ്ങനത്തെ ഉള്ള ജങ്ക് ഫുഡ് പോലുള്ള ഇതെല്ലാം കുട്ടികൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പോഷകാഹാരക്കുറവുണ്ട്. പിന്നെ 19% പിന്നെ പ്രായക്കാരിലാണ് ഈ ഒരു പോഷകാഹാരക്കുറവ് കാണുന്നതെന്ന് പറയുന്നത്. 40% പറയുന്ന UN പഠനം പറയുന്നതാണ് 40% മരണ കാരണം എന്ന് പറയുന്നത് ഈ പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ടാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് രോഗം വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ കിട്ടാത്ത സാധനം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന കമ്പനി ന്യൂട്രലൈഫ് എന്ന പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ് ഇതൊരു കലവറ തന്നെയാണ് ന്യൂട്രലൈഫ് എന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത് ഈ ഒരു സമയത്താണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ന്യൂട്രലൈഫ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലൈഫിൽ എന്തെന്ന് പറഞ്ഞാൽ എല്ലാ വിറ്റാമിൻസിനും വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, സി ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ വിറ്റാമിൻ ബി
B1, B2, B3, B6, B12, അയൺ, കോപ്പർ, സിങ്ക്, ഫോളിക് ആസിഡ്, സോഡിയം, മധുലവണങ്ങളായ സോഡിയം, സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇങ്ങനെയുള്ള ഒരുപാട് വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസ് മധുലവണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ന്യൂട്രിലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പൊ ഇതില് സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടെന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞാല് ജലാംശത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്നത് കൊണ്ട് മലബന്ധം തടയാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്, ഇത് സോഡിയം ക്ലോറൈഡ് ഒക്കെ. പിന്നെ ഫോളിക് ആസിഡ്, നമുക്കറിയാം ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് ഗർഭകാലത്ത് കൊടുക്കുന്ന ഒരു കാപ്സ്യൂളാണ് ഫോളിക് ആസിഡ്. അത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയൊക്കെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോളിക് ആസിഡ്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വിറ്റാമിനിന്റെ കണ്ണിന്റെ അതെല്ലാം ഇത് വിറ്റാമിൻ എ ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തിക്കും ചർമ്മത്തിന്റെ ചുളിവുകൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും, പിന്നെ മുടി കൊഴിച്ചില്, പിന്നെ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഒരു ഊർജവും ബലവും ഒക്കെ തരുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഫുഡാണ് ന്യൂട്രിലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ഈ ഒരു മുടി കൊഴിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഇത് വന്ധ്യത ചില ആൾക്കാർക്ക് വന്ധ്യത ഒക്കെ കുറക്കാനൊക്കെ ന്യൂട്രീഷൻസിന്റെ കുറവാണ് വന്ധ്യത ഒക്കെ വരുന്നത്, അത് കുറക്കാനൊക്കെ ഇത് ഇതാകുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഓക്സിജന്റെ അളവ് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അല്ലെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഓക്സിജൻ എത്തിച്ചുകൊണ്ട് ആ ശരീരത്തിലെ പ്രവർത്തനത്തെ നല്ല രീതിയിലാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ന്യൂട്രിലൈഫ് എന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതില് നമ്മുടെ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് 5 mg ആണ് നമ്മുടെ ഈ ന്യൂട്രിലൈഫിൽ ഉള്ളത്. പിന്നെ 15 mg സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ 75 ഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വേണം അതിലിരട്ടിയാണ് നമ്മുടെ ഈ ന്യൂട്രിലൈഫിൽ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂട്രിലൈഫിൽ അടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിറ്റാമിന്റെ ഡെഫിഷ്യൻസി ഒക്കെ കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ന്യൂട്രിലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. പിന്നെ നമ്മുടെ അനീമിയ വരാതെ ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനീമിയ ഇങ്ങനെയുള്ള നമുക്ക് വിറ്റാമിൻ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു മുഖത്തൊക്കെ കാണുന്നില്ലേ വെള്ള കുത്തത് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ന്യൂട്രീഷൻസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ന്യൂട്രിലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ ഇത് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണം നമ്മൾ ഇന്നത്തെ കാലത്തിൽ എല്ലാ ഭക്ഷണവും നമുക്ക് ഈ ഒരു പിന്നെ സാഹചര്യത്തിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റൂല. അപ്പൊ അതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ന്യൂട്രിലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. അതുമല്ല ഞാൻ ഇവിടെ എന്റെ മോനും മോക്കും കൊടുത്താണ് അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ബോട്ടിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീരാനായിട്ടുണ്ട്. എന്റെ മോന് ഫസ്റ്റ് തന്നെ ഇങ്ങനെ മുഖത്ത് ഒരു ചെറിയ ഒരു കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഇതിൽ വന്നാൽ നമുക്ക് ഒരു നമുക്ക് തന്നെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഇതിൽ വന്ന ശേഷം നമുക്ക് തന്നെ അതുകൊണ്ടായിരിക്കാം എന്ന് പഠിക്കുന്നുണ്ട് നമ്മള്. അപ്പോൾ അതിന്റെ അവസാനം ഞാൻ മുഖത്ത് ഇങ്ങനെ വെള്ളക്കുത്ത് കണ്ട ശേഷം ന്യൂട്രിലൈഫ് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവന് കുറച്ച് ദിവസം കുടിക്കുമ്പോഴത്തെ തന്നെ അത് നല്ല റിസൾട്ടാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഇത് എല്ലാവർക്കും ഇല്ല പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കുട്ടികൾക്കൊക്കെ ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം. 4 വയസ്സിന് മുകളിലുള്ള ഏത് പ്രായക്കാർക്കും പിന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ന്യൂട്രിലൈഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇത് പാലിൽ ചേർത്തിട്ടും കഴിക്കാം, ചൂടുവെള്ളത്തിലും കഴിക്കാം, പിന്നെ ഇതില് നമുക്ക് ജ്യൂസിൽ കലർത്തിയിട്ടൊക്കെ കഴിക്കാം. പിന്നെ നമ്മള് ഇത് രാവിലെ ഒന്നും ഭക്ഷണം കഴിക്കാണ്ട് പോകുന്ന കുട്ടികളുണ്ടാവില്ല, തിരക്ക് പിടിച്ച് പോകുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ വേഗം ഇത് കലക്കി കൊടുത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ അന്ന് കിട്ടുന്ന ഒരു ന്യൂട്രീഷൻസ് ഒക്കെ അവർക്ക് ശരീരത്തിൽ കിട്ടിയിട്ടുണ്ടാവും.
അപ്പൊ രാവിലെ ഒക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എനർജി അവർക്ക് ശരീരത്തിൽ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് അത്രയാണ്. ഇത് 3 ഫ്ലേവറിലാണുള്ളത്. ഒന്ന് ചോക്ലേറ്റ്, വാനില, മാംഗോ ഫ്ലേവറിലാണുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ കുട്ടികൾക്ക് നോക്കിയിട്ട് ആർക്കാണെങ്കിലും ഇഷ്ടമുള്ള ഫ്ലേവറിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യപൂർണമായ വിറ്റാമിൻസ് 100% വെജിറ്റേറിയൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിലൈഫ്. അപ്പോൾ ഇത് നമ്മൾ ഇത് കൊടുക്കുക. ഇതെല്ലാവരും ഉപയോഗിച്ച റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കൊടുത്ത റിസൾട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇതിൽ കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് പറയാ. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞാല് നമ്മളെ പിന്നെ ഇത് ഇന്ന് എനിക്ക് കരീം സാറാണ് എന്നോട് ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ കുറ്റാടി പോരെ പറഞ്ഞതാണ്. പക്ഷെങ്കിൽ അത് ഞാൻ അത്ര മൈൻഡാക്കില്ല. അത് വേറെ ആരെങ്കിലും ഉണ്ടാവും വിചാരിച്ചിക്ക്. പിന്നെ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഇത് കണ്ടത്. അപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഉള്ളൂ. കൃത്യമായ രീതിയിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും പിന്നെ നിങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പുതിയ ആൾക്കാരിലുണ്ടാവും. പിന്നെ എല്ലാ ആൾക്കാർക്കും ഇതിനെ പറ്റിയൊക്കെ നമ്മളെ ഈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതിനെ പറ്റിയൊക്കെ കുറെ അറിയുന്നതാണ്. എന്നാൽ പുതിയ ആൾക്കാരിലൊക്കെ ഇതൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിനകത്ത് ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് എന്നെ ഈ പ്രൊജക്റ്റിലേക്ക് വിളിച്ചിട്ടുള്ള പിന്നെ കരീം സാറിനും പിന്നെ നൗഫൽ സാറിനും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഞാനിപ്പോ കോർഡിനേറ്റർ റാങ്കിലാണുള്ളത്. ഈ ഒരു റാങ്കിലേക്ക് എന്നെ എത്താൻ സഹായിച്ചത് വികാസ് സാറ്, സജി സാർ, ലിജിന മാഡം ഇവരൊക്കെയാണ്. വിജി സാർ പോലുള്ള എല്ലാ ലീഡേഴ്സ് നല്ല സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. അപ്പോ ഈ ഒരു നമ്മുടെ മോർണിംഗ് മീറ്റിൽ എല്ലാത്തിനുപരി ഈ ഒരു മോർണിംഗ് മീറ്റ് നമുക്ക് ഉണ്ടാക്കി തരുന്ന മിഷൻ ഇന്റർനാഷണൽ ടീമിന്റെ കരുത്തുറ്റ നേതാവ് നൗഫൽ സാറിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെന്താ പറയാ, ഞാനിപ്പോ കോർഡിനേറ്റർ റാങ്കിലെ TC-യിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. TC എന്തായാലും ഈ ഒരു മാസം ആണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ എൻ്റെ ഒരു എന്താ പറയാ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഇതിലേക്ക് ഇപ്പോ നമ്മള് കുറെ നാള് ഇങ്ങനെ പുറകെ നടന്ന ശേഷമാണ് നമ്മൾ അത് അങ്ങനെ എന്താക്ക ചെയ്യാറ്, നമ്മളാടെ ഒരു വരൂലാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളാടെ എല്ലാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരാളെ നമുക്ക് കൂടുതലായിട്ട് ഒരു എന്താ പറയാ നമ്മള് പ്രോഗ്രാം മീറ്റിംഗില് അങ്ങനെയുള്ള പ്രോഗ്രാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നാലോ അപ്പൊ അവർക്ക് തോന്നും ഇത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലാലോ അങ്ങനെ നമുക്ക് തോന്നുന്ന സമയത്ത്. അപ്പൊ നമ്മളിത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കുറേ ദിവസമല്ല, ഞാനിപ്പോ 2 വർഷം ആയി ഇതിലേക്ക് വന്നിട്ട്. ആ 2 വർഷത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാല് മാസത്തില് എന്തായാലും കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഞാൻ ഏട്ടനോടത്ത് പറയാത്ത ദിവസങ്ങൾ ഉണ്ടായില്ല. ഫോൺ വിളിക്കുമ്പോ ഒക്കെ ഞാനിത് പറയാറുണ്ട്, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ ഇതിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മളും ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടുവരണം. എന്നാൽ മാത്രമേ ആൾക്കാർ നമ്മളെ മാറ്റം കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ മാറ്റം കണ്ടു നിൽക്കുന്നേരം അവര് എന്ത് ചെയ്യും, അവർക്ക് എന്തോ മാറ്റം ഉണ്ട് തോന്നുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരിലുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ എൻ്റെ ഭാര്യയെ ഞാൻ പറഞ്ഞു നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ശക്തമായിട്ട് ഇന്നും ഇപ്പൊ ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു മാസം തന്നെ ഒരു 2 ബ്രോൺസ് റാങ്കിൽ എത്തിയെന്നുള്ളതാണ് സന്തോഷം. കാരണം നമ്മളെ കൂടെ നമ്മളെ റാങ്ക് ജയിക്കാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെയുള്ള ആൾക്കാർക്ക് എന്താ പറയാ കൂടുതലായിട്ടില്ല റാങ്ക് ചേഞ്ച് അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം വാങ്ങിക്കൊടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ആ ഒരു സന്തോഷം എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ ഏട്ടൻ്റെ മനോജേട്ടൻ്റെ ഏട്ടനെല്ലാം വന്നിട്ട് സമയത്തും എനിക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു. അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം കാരണമാണ് അവർക്ക് കുറച്ച് കാലത്തേക്ക് അത് നിന്നുപോയത്. അപ്പോ എനിക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയും ഇതിൽ വന്നതുകൊണ്ടാണ്. കാരണം എൻ്റെ ഭാര്യ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ഈ ഒരു ആയുർവേദ പ്രൊഡക്റ്റ് ആയിട്ടൊന്നും കൂടുതലായിട്ട് എന്തുണ്ടാവില്ല, ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റില്ല, ഓലിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ എന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റില്ല. എനിക്ക് ചെറിയ വരുമാനം, എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്ത സമയത്ത് ചെറിയ വരുമാനമൊക്കെ കണ്ടു തുടങ്ങിയപ്പോ എന്ത് തോന്നി, അവർക്ക്
ഹെൽപ്പ് ഒന്നും ചോദിക്കുന്നില്ല. ചെറിയതായിട്ടുള്ള രീതിയിലൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വിചാരിച്ചു. അപ്പോൾ ആണ് കണ്ണൂരിൽ നമ്മുടെ പ്രോഗ്രാമിൽ എല്ലാ ആഴ്ചയും കണ്ണൂരിൽ എല്ലാവരും പരമാവധി ആളാണ് നമ്മളൊരു ഗസ്റ്റിനെ പങ്കെടുപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമെങ്കിലും ഞാൻ എൻ്റെ ഏട്ടന് പങ്കെടുപ്പിക്കുമെന്നുള്ള ദൃഢനിശ്ചയം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലീഡേഴ്സിന് ഉപകാരപ്പെടുത്തി കളത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് എൻ്റെ ഏട്ടനെ ഒരു കണ്ണൂർ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കേണ്ടിയിട്ട് ഞാൻ നിന്നത്. ഒരു ദിവസം വീട്ടിൽ നിന്നതാണ്. നിന്നാല ലൈറ്റ് ആയിട്ട് ഞാൻ പോന്നില്ല. ലീഡേഴ്സ് വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കളത്രം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നത്. അപ്പൊ അങ്ങനെ അവര് പങ്കെടുത്ത ശേഷം പിന്നെ പ്രോഗ്രാം ഇപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നല്ലതാണ് മനസ്സിലായി. ഇപ്പൊ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രോഗ്രാം മീറ്റിംഗ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ നിർബന്ധിച്ചിട്ട് അവരെ പങ്കെടുപ്പിക്കുക എന്നതാണ്. ലീഡേഴ്സ് അതാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അനുസരിച്ചാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പ്രൊഡക്റ്റ് ഒക്കെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനും അതൊക്കെ പറയാനുള്ള ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാളോട് പറയുന്നത് ഇവർക്ക് എന്തെല്ലോ അറിയില്ല, ഇതിനെ എന്തെല്ലോ അറിയാന്നുള്ളൊരു ഇത് വരും. അപ്പൊ അങ്ങനെ ഇത് വരുമ്പോ നമ്മളെ കൂടെ എന്ത് വരും, ആൾക്കാർ വരും. നമ്മൾ മടിച്ചിരുന്നാലും നമ്മളെ കൂടെ ആൾക്കാർ വരും. പക്ഷെ ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും എന്തോ ഒന്ന്